തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു അമ്പലമാണ് ഭൂതമ്മൻ കോവിൽ അഥവാ വെടിവെച്ചാൻ കോവിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് വെടിവഴിപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാത്രാമധ്യേ പലരും നാണയത്തുട്ടുകൾ വലിച്ചെറിയുന്നു, അത് അപകടങ്ങളിലേക്കും വഴിവെക്കുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയണം, ഇവിടെയുള്ള നാട്ടുകാരെ പരിചയപ്പെടണം. എന്തായാലും ടേസ്റ്റ് ടൈമിലൂടെ നമുക്ക് ഇവരെ ആദ്യം പരിചയപ്പെടാം. നമുക്ക് വെടിവെച്ചാൻ കോവിലിലെ ക്ഷേത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഐതിഹ്യം കാണുമെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷേത്ര പൂജാരിയുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പറയാമോ? ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പഴയ രാജഭരണകാലത്തെ ഈ ക്ഷേത്രമായിട്ട് രാജാവിന് ബന്ധമുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് വെടിവെച്ചിട്ട് ആണ് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകുന്നത്. രാജ കുടുംബമായിട്ട് ബന്ധമുള്ള ഒരു അമ്പലമാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരിച്ചിരുന്നപ്പോൾ 8 വീട്ടിൽ പിള്ളേർ ഭയന്ന് ഈ അമ്പലമായിട്ട് ബന്ധമുള്ള അമ്പലങ്ങളിലൊക്കെ ഒളിച്ചിരുന്നിട്ടുള്ള ഒരു ഐതിഹ്യം ഈ അമ്പലത്തിനുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ വെടിവഴിപാട്. ഇവിടുത്തെ വെടിവഴിപാട് കേട്ടാണ് വെട്ടുന്നി മഠത്തിൽ വെടി കേട്ട സുചീന്ദ്ര സ്ഥാണുമാല ക്ഷേത്രത്തിലെ തേര് എഴുന്നള്ളിക്കുകയുള്ളൂ. അത് വിശിഷ്ടമായ ഒരു അമ്പലമാണ്. ഈ കേരളത്തിലെ ഒരേ ഒരു വെടിവെച്ചാങ്കോലെന്ന് പറഞ്ഞാൽ ഈ ബാലരാമപുരം വെടിവെച്ചാങ്കോലം. ഈ വെടിവഴിപാട് എപ്പോഴും ഉണ്ടോ? എപ്പോഴും 24 മണിക്കൂറും വെടിവഴിപാടാണ്. ഓക്കെ, അപ്പോൾ 24 മണിക്കൂറും ഈ ക്ഷേത്രത്തിൽ വെടിവഴിപാടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സത്യത്തിൽ ഈ ക്ഷേത്രത്തിൽ വഴിപാടുള്ളതുപോലെ തന്നെ ഇത് ഒരു രീതി തന്നെയാണ്, ഒരുപാട് ഐതിഹ്യങ്ങളുള്ള രീതി തന്നെയാണ്. അതുപോലെ രുചിയുടെ കാര്യത്തിലും ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത തേടി നമ്മൾ ഇവിടുന്ന് യാത്ര പോകുന്നു. അപ്പോൾ ഇന്നത്തെ എന്താണ് ടേസ്റ്റ് ടൈമിൽ വിഭവം എന്നറിയാൻ വേണ്ടി ആഗ്രഹിക്കുക, നിങ്ങളെ തേടി അതെത്തുന്നതായിരിക്കും.